ഹലോ ഫ്രണ്ട്സ്, തൈറോയിഡ് ഇന്ന് വളരെയധികം ഇന്ന് സ്ത്രീകളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. നമ്മുടെ ഷുഗർ എന്ന രോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹോർമോണൽ ഇംബാലൻസിൽ നിന്ന് വളരെയധികം കാണപ്പെടുന്ന രോഗമാണിത്, തൈറോയിഡ് രോഗം. ഈ തൈറോയിഡ് രോഗം എന്തുകൊണ്ടായിരിക്കും ഇത്ര കൂടുതലായിട്ട് കണ്ടുവരുന്നത്? അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ആക്ടിവിറ്റീസ് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറഞ്ഞു വരുന്നുണ്ട്. അത് കാരണമാണ് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ തൈറോയിഡ് മുഴകളായിട്ടൊക്കെ വരാനുള്ള പ്രധാന കാരണം. അപ്പോൾ ഈ തൈറോയിഡ് വന്നു കഴിഞ്ഞാൽ മിക്ക ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, തൈറോയിഡ് ഗുളിക നമുക്ക് കാലാകാലം കഴിക്കേണ്ടി വരുമോ എന്നുള്ളത്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ തൈറോയിഡ് ഗുളിക നിർത്താം, ചില സാഹചര്യങ്ങളിൽ തൈറോയിഡ് ഗുളിക കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അപ്പോൾ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ തൈറോയിഡ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് അത് നിർത്താൻ കഴിയുക, നമുക്ക് വേറെ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഇതിലേക്ക് തൈറോയിഡ് ഉള്ള രോഗികൾ കഴിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ഷഹല CH, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. മിക്ക ആളുകളും പറയാറുണ്ട്, ഡോക്ടറെ നമുക്ക് വിശപ്പൊന്നുമില്ല അല്ലെങ്കിൽ ഭക്ഷണം അധികം കഴിക്കുന്നില്ല, പക്ഷേ നമുക്ക് കൂടുതലായിട്ട് വെയിറ്റ് കൂടി വരികയാണ്, കുറേ പണികളുണ്ട് പക്ഷെ പണിയൊന്നും അങ്ങോട്ട് പോകുന്നില്ല അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്നില്ല, എല്ലാം ഒരു സ്ലോ ആയിട്ടാണ് ചെയ്യാൻ കഴിയുന്നത്, പെട്ടെന്ന് നമുക്ക് മലബന്ധം അനുഭവപ്പെടുക, പെട്ടെന്ന് ക്ഷീണം വരിക, എപ്പോഴും ഒരു ഉറക്കം കൂടുതലുള്ള പോലെ തോന്നുക, ഡിപ്രഷനിലേക്കൊക്കെ പോവുക, അല്ലെങ്കിൽ നമുക്ക് ഒരു മൂഡ് ചേഞ്ചസ് വരിക, ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ വേദന അനുഭവപ്പെടുക, നീർക്കെട്ട് വരിക എന്നിങ്ങനെ പല വിധത്തിലുള്ള അസുഖങ്ങളാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളാണ് സ്ത്രീകൾ കൂടുതലായിട്ടും പറയാറുള്ളത്. ഈ സ്ത്രീകളെന്ന് പറയാൻ കാരണം നമുക്കറിയാം തൈറോയ്ഡ് ഗ്ലാൻഡ് രണ്ടാളുകളിലുണ്ട്, ആണുങ്ങളിലും സ്ത്രീകളിലും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഈ തൈറോയ്ഡ് പ്രശ്നങ്ങൾ. പക്ഷെ നമ്മൾ സ്ത്രീകളിൽ ഇതിൻ്റെ ബുദ്ധിമുട്ട് കൂടുതലാവാൻ കാരണം ചില പ്രഗ്നൻസി സിറ്റുവേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് പീരിയഡ്സിൻ്റെ ഒക്കെ സമയം തുടങ്ങുന്ന സാഹചര്യങ്ങളിലൊക്കെ ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾ കൂടിക്കൂടി വരാം. അത് കാരണം തൈറോയ്ഡ് ഗ്രന്ഥിയുടെ മുഴകളായിട്ടോ അല്ലെങ്കിൽ തൈറോയ്ഡ് ബ്ലഡിലെ ഡിസ്ഫങ്ഷനായിട്ടൊക്കെ നമുക്ക് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് മിക്ക സ്ത്രീകളിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണുന്നതും നമ്മൾ തൈറോയ്ഡ് ചെക്ക് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് തൈറോയ്ഡിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ കാണുന്നത് കൂടുതൽ സ്ത്രീകളിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ തൈറോയ്ഡിൻ്റെ പ്രവർത്തനത്തിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നോക്കാം. അതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മളിന്ന് കണ്ടുവരുന്നത് OPയിലൊക്കെ കൂടുതലായിട്ട് ഇന്ന് കണ്ടുവരുന്നതാണ് ഹൈപ്പോ തൈറോയിഡിസം. ഹൈപ്പോ തൈറോയിഡിസം ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറഞ്ഞു വരിക അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ലെവൽ കുറഞ്ഞു വരിക എന്നുള്ളതാണ് ഈ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു കണ്ടീഷനാണ്. ഇതിന് കാരണങ്ങളായിട്ട് പല അസുഖങ്ങൾ വരാം, പക്ഷേ ആ അസുഖങ്ങൾ കാരണം വരുന്ന നമ്മുടെ ബ്ലഡിൽ വരുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളാണ് ഈ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തൈറോയ്ഡ് ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തൈറോയ്ഡ് ഹോർമോൺ നമുക്കറിയാം T3 T4 ആണ് മേജറായിട്ടുള്ള തൈറോയ്ഡ് ഹോർമോൺസ്. നമുക്കറിയാം ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ കോളേജിൽ നമ്മൾ കുട്ടികളെ കൺട്രോൾ ചെയ്യുന്ന ഒരാൾ പ്രിൻസിപ്പളായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ തൈറോയ്ഡ് ഹോർമോണുകളായിട്ടുള്ള T3നെയും T4നെയും കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പളാണ് TSH എന്ന് പറയുന്നത്. ഈ TSH പക്ഷേ തൈറോയ്ഡിൽ നിന്നല്ല ഉൽപ്പാദിപ്പിക്കുന്നത്, മറിച്ച് നമ്മുടെ മുകളിലുള്ള ബ്രെയിനിലുള്ള പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന ഗ്രന്ഥിയിൽ നിന്നാണ് TSH ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ T3യുടെയും T4ൻ്റെയൊക്കെ അളവ് കുറയുമ്പോഴാണ് ഈ TSH നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഒരു സിഗ്നൽ വന്നിട്ട് TSHൻ്റെ അളവ് കൂട്ടും. അപ്പോൾ ഈ TSH അളവ് കൂടുതലായിരിക്കും. അങ്ങനെ ഒരു സൈക്കിളാണ് നമ്മുടെ ശരീരത്തിൽ നടന്നു വരുന്നത്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് നടന്നു വരണമെങ്കിൽ നമ്മൾ തൈറോയ്ഡ് ഗ്രന്ഥിയും പിറ്റ്യൂട്ടറി ഗ്ലാൻഡൊക്കെ ഒരു കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തു വരുന്നത്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം നമ്മൾ പറഞ്ഞത് വളരെ കോമൺ ആയിട്ട് സ്ത്രീകളിലും കുട്ടികളിലൊക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഹൈപ്പോ തൈറോയിഡിസം. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾ കുറഞ്ഞു വരുന്നത് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അല്ലെങ്കിൽ തൈറോയ്ഡിൻ്റെ ഹോർമോണുകളുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള അയഡിൻ്റെ കുറവുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ അയഡിൻ കുറവുള്ള ആളുകളിലും ഈ ഒരു തൈറോയ്ഡിൻ്റെ പ്രവർത്തനം കുറഞ്ഞു വരാറുണ്ട്. കാരണം അയഡിൻ നമുക്ക് കൂടുതലായിട്ട് ഉണ്ടായാൽ മാത്രമേ തൈറോയ്ഡിൻ്റെ ഹോർമോണുകളുടെ പ്രവർത്തനവും ഉൽപ്പാദനമൊക്കെ കൂടുതലായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ അയഡിൻ്റെ കുറവ് ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. പിന്നെ വേറൊരു കാരണം കണ്ടുവരുന്നത് സ്ത്രീകളിൽ പ്രഗ്നൻസി സമയത്തൊക്കെ അവർ കൂടുതലായിട്ട് തൈറോയ്ഡ് ഡ്രഗ്സ് ആൻറ്റി തൈറോയ്ഡ് ഡ്രഗ്സ് കഴിക്കുന്ന സ്ത്രീകളിൽ അവരെ കുട്ടികൾക്കും ഇതുപോലെ തൈറോയ്ഡിൻ്റെ പ്രവർത്തനം കുറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ കുട്ടികളിലും മുതിർന്നവരിലും നമുക്കിതിനെ രണ്ട് പേരിലായിട്ട് നമുക്കിതിനെ അറിയപ്പെടുന്നുണ്ട്.
ചെറിയ കുട്ടികളിൽ അവർക്ക് ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു ഹൈപ്പോതൈറോയിഡിസം കണ്ടീഷനെ നമ്മൾ ക്രെട്ടിനിസം എന്ന് പറയുന്നത്. ചെറിയ കുട്ടികളിൽ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, കാരണം അവർ കൂടുതലായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ കരയോ ഒന്നും ചെയ്യാത്തത് കാരണം നമുക്ക് പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. സാധാരണ ഇത്തരം കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടും. കാരണം അവർക്കെന്ന് വെച്ചാൽ കൂടുതലായിട്ട് അവരുടെ സ്കിന്നൊക്കെ നല്ല ഡ്രൈ ആയിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ നാവ് കുറച്ച് വലിയ നാവായിരിക്കും, പിന്നെ അവർക്ക് തന്നെ കുറച്ചൊരു സ്ലോ ആയിരിക്കും അവരുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കൈകാലുകൾ അനക്കുന്നതും ഒക്കെ ഒരു സ്ലോ ആയിരിക്കും അവരുടെ വളർച്ച തന്നെ ഒരു കുറയുന്ന ഒരു അവസ്ഥയാണ് ഈ ക്രെട്ടിനിസം കുട്ടികളിൽ നമ്മൾ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാസങ്ങൾ അല്ലെങ്കിൽ വയസ്സുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരെ ഗ്രോത്ത് അല്ലെങ്കിൽ മൈൽ സ്റ്റോൺസ് ഒക്കെ ഡിലേ വരും. പല്ല് വരുന്നതും അല്ലെങ്കിൽ നടക്കുന്നതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓരോ സ്റ്റേജും അവർക്ക് ഡിലേ ആയിരിക്കും. അവർ ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച തന്നെ ഒരു മുരടിച്ച അവസ്ഥയിലായിരിക്കും ഇത്തരം കുട്ടികളെ നമ്മൾ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ നമുക്ക് മുതിർന്ന ആളുകളിൽ ഈ ഒരു കണ്ടീഷൻ, നമ്മൾ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ കാണുന്നൊരു കണ്ടീഷനാണ് മിക്സെഡിമ എന്ന് പറയും. മിക്സെഡിമ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് സ്ത്രീകളിലും അതുപോലെ പുരുഷന്മാരിലും കണ്ടുവരുന്നുണ്ട്. കൂടുതലായിട്ട് ഒരു നീര് വന്ന അവസ്ഥയാണ് ഇത്തരത്തിലുള്ള ആളുകളിൽ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ അവർക്ക് വെച്ചാൽ പെട്ടെന്ന് വെയിറ്റ് കൂടിക്കൂടി വരും. വിശപ്പൊന്നും അധികം ഉണ്ടാവില്ല, പക്ഷെ ഭക്ഷണമൊന്നും അധികം കഴിക്കുന്നുണ്ടാവില്ല, പക്ഷേ വെയിറ്റ് കൂടുതലായിട്ട് വരും. കാരണം കൂടുതലായിട്ട് ഫ്ലൂയിഡ്, വെള്ളത്തിൻ്റെ അംശമൊക്കെ, നീരൊക്കെ കൂടുതൽ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് വെയിറ്റ് അവർക്ക് കൂടുതലായിട്ട് തോന്നാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ ആക്ടിവിറ്റീസും പ്രവർത്തനങ്ങൾക്ക് അവർ സ്ലോ ഡൗൺ ചെയ്ത് വരിക, അവർക്കൊരു ഉന്മേഷക്കുറവ് ഉണ്ടാവുക, അതുപോലെ തന്നെ കൂടുതലായിട്ട് ഉറക്കം വരിക, അതുപോലെ തന്നെ ഒരു മൂഡില്ലായ്ക, അതുപോലെ തന്നെ ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ അവർ പോവാറുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളിൽ നമ്മൾ സെക്ഷുവൽ ഫങ്ഷൻസും ലൈംഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ആളുകളിൽ നമ്മൾ ഇതിൻ്റെ ബീജത്തിൻ്റെ അളവ് കുറഞ്ഞു വരിക, അവർക്ക് താല്പര്യക്കുറവ് വരിക, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് പുരുഷന്മാരിൽ കൂടുതൽ കണ്ടുവരുന്നത്. സ്ത്രീകളിലാണെങ്കിൽ കൂടുതലായിട്ട് അവരുടെ പീരിയഡ്സിൻ്റെ ഇറഗുലാരിറ്റീസാണ്, മെൻസസിൻ്റെ അളവ് കൂടി വരിക, അതിൻ്റെ ബ്ലീഡിങ് കൂടുതലായിട്ട് വരിക, പിന്നെ കുട്ടികളിൽ അതുപോലെ തന്നെ ബ്ലീഡിങ് കൂടുക, ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവുക, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കൂടുതലായിട്ട് ഇന്ന് ചെറിയ കുട്ടികളിലും പെൺകുട്ടികളിലൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതിനെ നമ്മൾ മിക്സഡിമ എന്നുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. പിന്നെ അവരുടെ സ്കിന്നൊക്കെ നോക്കുകയാണെങ്കിൽ കൂടുതൽ ഡ്രൈ ആയിരിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഹൈപ്പോതൈറോയിഡിസം അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറഞ്ഞു എന്ന് മനസ്സിലാക്കുക? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളാണ് ചെയ്യാറുള്ളത്. ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ മിക്കവാറും രോഗികൾ ഒരു സിംഗിൾ ബ്ലഡ് ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ തൈറോയിഡിൻ്റെ ഫങ്ഷൻസൊക്കെ നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, അത് ശരിയായിട്ടുള്ള രീതിയല്ല. കാരണം ഒരൊറ്റ ബ്ലഡ് ടെസ്റ്റ് TSH ലെവൽ മാത്രം നോക്കിയത് കൊണ്ട് നമുക്ക് തൈറോയിഡ് പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും നീർക്കെട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയില്ല. ഒരു 3-4 ടെസ്റ്റുകൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, അതൊരു ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, തൈറോയിഡിൻ്റെ ഫങ്ഷൻസ്, തൈറോയിഡിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കൂടുതലായിട്ട് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ശരിയായിട്ട് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഹൈപ്പോതൈറോയിഡിസം കേസുകളിൽ അവരുടെ ഹോർമോൺസ് കുറഞ്ഞു വരും. നമ്മൾ പറഞ്ഞ പോലെ T3 T4 ഒക്കെ ലെവൽ കുറഞ്ഞു വരും. അപ്പോൾ അതിന് കൂടുതലായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പിറ്റ്യൂട്ടറിയിൽ നിന്നുള്ള TSHൻ്റെ അളവ് കൂടുന്ന കണ്ടീഷനും കാണാറുണ്ട്. അപ്പോൾ ഇതാണ് T3 T4 TSHൻ്റെ അളവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും തൈറോയ്ഡ് കേസുകളിൽ ചില മുഴകൾ ഉണ്ടെങ്കിൽ സ്കാനിങ്ങും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു കണ്ടീഷനാണ് ഹൈപ്പർ തൈറോയിഡിസം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഹൈപ്പർ തൈറോയിഡിസം. നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കൂടി വരുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷണങ്ങൾ പറഞ്ഞല്ലോ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇത്തരം സ്ത്രീകളിൽ അല്ലെങ്കിൽ പുരുഷന്മാരിൽ നമ്മൾ കണ്ടുവരുന്നത്. കൂടുതലായിട്ട് ഇവരുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടി വരും. ഈ തൈറോയ്ഡ് ഹോർമോൺസ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ശരീരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ, മെറ്റബോളിസമൊക്കെ വളരെ സ്പീഡായിട്ട് നടക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ശരീരം ക്ഷീണിച്ച് ശരീരം മെലിഞ്ഞു പോവുക ചെയ്യുക ഇത്തരം ആളുകളിൽ. പിന്നെ അവരുടെ എല്ലാ ആക്ടിവിറ്റീസും, ഹൃദയത്തിൻ്റെ ആയാലും അതുപോലെ മറ്റ് ആക്ടിവിറ്റീസൊക്കെ വളരെ കൂടുതലായിരിക്കും ഇത്തരം ആളുകളിൽ. പിന്നെ അവരുടെ സ്കിന്നൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വിയർപ്പ് കൂടുതലുള്ള സ്കിന്നായിരിക്കും, കുറച്ചും കൂടെ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുതലുള്ള സ്കിന്നായിരിക്കും. മറ്റേടത്തിൽ നമ്മൾ പറഞ്ഞല്ലോ ഡ്രൈ ആയിട്ടുള്ളതാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കൂടുതൽ വിയർപ്പുള്ള ആളുകളായിരിക്കും ഇത്തരം ഹൈപ്പർ തൈറോയിഡിസം കേസുകൾ. കാരണം അത്രയും പണി അവരുടെ ശരീരം എടുക്കുന്നുണ്ട്. അത് കാരണം അവർക്ക് ഹൃദയമിടിപ്പ് കൂടും, വിയർപ്പ് കൂടും, അതുപോലെ തന്നെ എപ്പോഴും ഒരു ചൂടെടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് അവർക്ക് ഉണ്ടാവുക. ഭയങ്കര ഹോട്ടായിട്ടുള്ള ആളുകളായിരിക്കും. പിന്നെ അവരുടെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നും കൂടെ ആയിരിക്കും. പിന്നെ മാത്രമല്ല ഇത്തരം ആളുകളിൽ നമ്മൾ വയറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകാൻ തോന്നുക, മലബന്ധത്തിന് പകരം അവർക്ക് ഉണ്ടാവുന്നത് കൂടുതലായിട്ട് ടോയ്ലറ്റിൽ പോയിട്ട് ശോധന കൂടുതലായിട്ടുള്ളൊരു അവസ്ഥയാണ് കണ്ടുവരുന്നത്.
സ്ത്രീകളിലാണെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് പീരിയഡ്സ് അല്ലെങ്കിൽ മെൻസ്ട്രൽ ബ്ലഡ് വളരെ കുറവായിട്ടും കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ കണ്ണ് അവരെ മുഖം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇത് ഹൈപ്പർ തൈറോയിഡിസ് ആണോ അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസ് ആണോ വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയും. കാരണം ഇത്തരം പ്രവർത്തനം കൂടുതലുള്ള ആളുകളുടെ കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ ചിലരുടെ കണ്ണ് നമുക്കറിയാം പുറത്തേക്ക് ഒരു തള്ളി നിൽക്കുന്ന പോലെ കാണാറുണ്ട്. അതിനെ എക്സോഫ്താൽമോസ് എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കണ്ണിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ വെള്ളം വരിക, അതുപോലെ തന്നെ കണ്ണിങ്ങനെ ചിമ്മിക്കൊണ്ടിരിക്കുക. ഇത്തരം ബുദ്ധിമുട്ടുകൾ എന്താ പറയുക, ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിക്കോളും. പക്ഷേ താൽക്കാലികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഇത്തരം ആളുകളിൽ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഇതുപോലെ തന്നെ ലൈംഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നുണ്ട്. പിന്നെ പുരുഷന്മാരിലാണെങ്കിൽ കൂടുതലായിട്ട് ബ്രസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് കാണുക, ബീജത്തിൻ്റെ അളവ് കുറയുക, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. പിന്നെ അവരെ ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നടന്നു കഴിഞ്ഞാൽ അവർക്ക് ഹൃദയമിടിപ്പ് കൂടുക, അതുപോലെ തന്നെ ശ്വാസത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. പിന്നെ ഹൃദയത്തിന് അവർക്ക് വർക്ക് ലോഡ് കൂടുതലായിരിക്കും. കാരണം അവരുടെ രക്തയോട്ടം, ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം കൂടിക്കഴിഞ്ഞാൽ അവർക്ക് ഹൃദയത്തിൻ്റെ രക്തയോട്ടം അതുപോലെ തന്നെ വർക്ക് ലോഡും കൂടിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഹൃദയത്തിൻ്റെ വലിപ്പം കൂടുന്ന അവസ്ഥയും പിന്നെ ഫെയിലിയറിലേക്കൊക്കെ ചില കേസുകളിൽ അത് പോവാറുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടിക്കഴിഞ്ഞാൽ നമ്മളെ എല്ലുകൾ ഉണ്ടല്ലോ, എല്ലുകളിൽ നിന്നുള്ള കാൽഷ്യം കൂടുതലായിട്ട് രക്തത്തിലേക്ക് എത്തുകയും അതുവഴി നമ്മുടെ എല്ലുകൾക്കും അതുപോലെ തന്നെ മറ്റുള്ള മസിൽസിനൊക്കെ കൂടുതലായിട്ട് ക്ഷീണം വരിക, വീക്ക്നെസ് ഒക്കെ വന്ന് കാണാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളിൽ ബ്ലഡിലായിരിക്കും ഇവർക്ക് കൂടുതലായിട്ട് കാൽഷ്യം ഉണ്ടാവുക. ഈ കാൽഷ്യം പോയിട്ട് കൂടുതലായിട്ട് അവിടെ ഇവിടെയൊക്കെ അടിഞ്ഞുകൂടി കാൽഷ്യം സ്റ്റോണുകൾ, കല്ലുകളൊക്കെ ആയിട്ട് രൂപപ്പെടുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് മസിൽസിന് അവരുടെ പേശികൾക്കും കുറച്ച് ബലക്കുറവ് കാണാറുണ്ടോ. ഇതിനെല്ലാം പ്രധാനപ്പെട്ടുള്ള കാരണം ഈ കാൽഷ്യത്തിൻ്റെ കൂടുതലായിട്ടുള്ള ബ്ലഡിലേക്കുള്ള വരവ് കാരണമാണ് കൂടുതലായിട്ട് നമ്മളെ എല്ലുകളും അതുപോലെ തന്നെ നമ്മുടെ പേശികളൊക്കെ കൂടുതലായിട്ട് ബലക്കുറവ് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ വയറ് സംബന്ധമായിട്ട് ഇവർക്ക് വയറിൽ വേദനകൾ വരാം, ഇടയ്ക്കിടയ്ക്ക് ക്രാംസ് വരാം, അതുപോലെ ഛർദി വരാം, അല്ലെങ്കിൽ ഓക്കാനവും ഇത്തരം ആളുകളിൽ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ്. ഇനി മറ്റൊരു കണ്ടീഷൻ നമുക്ക് പറയാവുന്നത്, സാധാരണ നമ്മൾ ഒരു തൈറോയിഡിൻ്റെ എൻലാർജ്മെൻറ്റ് അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥി വീർത്ത് വരുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. പക്ഷെ അവർക്ക് വേറെ യാതൊരു ലക്ഷണങ്ങളും കാണാറില്ല. ഒരു സിമ്പിളായിട്ടുള്ള തൈറോയിഡ് ഗ്രന്ഥി വീർത്തിരിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അത് വേദന ഉണ്ടാവില്ല, കൂടുതൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും അത് ഉണ്ടാവുക. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. സാധാരണ ചില നമുക്ക് കൂടുതലായിട്ട് സ്ട്രെസ്സ് വരുന്ന കണ്ടീഷനുകളിലാണ് ഈ തൈറോയിഡ് ഗ്രന്ഥിയിൽ ചെറിയൊരു വീക്കം കാണുന്നത്. കൂടുതലായിട്ട് പ്രഗ്നൻസിയിൽ കാണാറുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ടെൻഷൻ വരുന്ന സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ പീരിയഡ്സ് തുടങ്ങുന്ന പെൺകുട്ടികളിലും ഈ തൈറോയിഡ് ചെറുതായിട്ടൊന്ന് വലുതായിട്ട് വരും. അത് സാധാരണ നമുക്ക് തൈറോയിഡ് ഗ്ലാൻഡ് അറിയാം, നമുക്ക് നോർമലായിട്ട് നമുക്കത് ഫീൽ ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇത്തരം പ്രഗ്നൻസിയിലോ അല്ലെങ്കിൽ മെനാർക്കിൻ്റെ ഒക്കെ സമയത്ത് ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ ഇച്ചിരി വലിപ്പം കൂടാം. അത് ഈ ഒരു സ്ട്രെസ്സിൻ്റെ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡ് ഗ്രന്ഥി ഓട്ടോമാറ്റിക്കലി അത് നോർമൽ ആവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. ആ സ്ട്രെസ്സ് സാഹചര്യം മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സൈസ് കുറയും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് വാച്ച് ചെയ്താൽ മതി ആ കണ്ടീഷൻ. അതുപോലെ തന്നെ ഇത്തരത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ ഈ തൈറോയിഡ് ഗ്രന്ഥി ഓട്ടോമാറ്റിക്കലി വലുതാവുകയും അതുപോലെ ഓട്ടോമാറ്റിക്കലി ചുരുങ്ങി പോവുകയും ചെയ്യും. അത് കാരണം ആ തൈറോയിഡ് ഗ്രന്ഥിയിൽ വരുന്ന ചെറിയ ചെറിയ മുഴകളെയാണ് നമ്മൾ മൾട്ടി നോഡുലാർ ഗോയിറ്റർ എന്ന് പറയുന്നത്. ഇതും നമുക്ക് വലിയ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനൊന്നും അല്ല. നമുക്ക് ജസ്റ്റ് ആ സ്ട്രെസ്സും ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് നോർമൽ സ്റ്റേജിലേക്ക് തന്നെ അത് വരുന്നതാണ്. അതുപോലെ തന്നെ വളരെയധികം കൂടുതലായിട്ട് ടെൻഷൻ അടിക്കുന്ന വേറൊരു കണ്ടീഷനാണ് ഇത് തൈറോയിഡിലെ മുഴകൾ. ഒരു മുഴ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പേടിക്കുക എന്താണ്, നമ്മൾ ക്യാൻസർ ആണോ എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷേ തൈറോയിഡിൻ്റെ മുഴകൾ ഒരു 90% കേസുകൾ എന്തായിരിക്കും, ക്യാൻസറസ് അല്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ള മുഴകളായിരിക്കും. അപ്പോൾ മിക്കവാറും കേസുകളിൽ നമുക്കത് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം വരാറില്ല. പക്ഷേ എപ്പോഴൊക്കെയാണ് നമ്മൾ തൈറോയിഡ് മുഴകൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സൈസ് ക്രമാതീതമായിട്ട് കൂടിക്കൂടി വരിക. പിന്നെ അത് കാരണം നമുക്ക് നമ്മുടെ നെക്കിലാണ്, നമ്മുടെ കഴുത്തിലാണ് ഒരുപാട് ശ്വാസനാളികളും അതുപോലെ തന്നെ നമ്മൾ അന്നനാളൊക്കെ പോകുന്നത് നമ്മൾ കഴുത്ത് വഴിയാണ്. അപ്പോൾ അത് കാരണം ഈ മുഴകൾ കാരണം നമുക്ക് ഈ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരിക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുന്ന പ്രഷർ സിംറ്റംസ് വരുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സൈഡിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ക്യാൻസർ സംബന്ധമായിട്ടുള്ള മറ്റ് കഴൽ വീക്കങ്ങളോ അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ മാത്രമേ നമുക്ക് ഈ തൈറോയിഡിൻ്റെ മുഴകൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്ത 90% കേസുകൾ എന്തായിരിക്കും, തൈറോയിഡ് മുഴകൾ വളരെ നിസ്സാരമായിട്ടുള്ള മുഴകളായിരിക്കും. അത് നമുക്കൊരു സ്കാനിങ് വഴിയൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ
കൂടുതലായിട്ടുള്ള വിവരങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻസൊക്കെ കൂടുതലായിട്ട് നമുക്ക് സ്കാനിങ് അല്ലെങ്കിൽ FNAC വഴിയൊക്കെ കിട്ടുന്നതാണ്. അതൊരു ഡോക്ടർ ഉപദേശപ്രകാരം മാത്രം അത്തരത്തിലുള്ള സ്കാനിങ്ങുകൾ ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് തൈറോയ്ഡ് മുഴകളും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ തൈറോയ്ഡ് ഫങ്ഷൻസ് നമ്മളറിയാം. നമുക്കൊരു തൈറോയ്ഡ് നോർമലായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഒരു അവതാളം വന്നിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് കുറച്ച് ടെസ്റ്റുകൾ മസ്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. സാധാരണ നമ്മൾ OPയിൽ വരുന്ന മിക്ക ആളുകളും എന്തൊരു TSH എന്നൊരു ഒറ്റ ടെസ്റ്റാണ് ചെയ്യുന്നത്. ആ TSHൻ്റെ ലെവൽ നോക്കിയിട്ട് മാത്രമാണ് ഡോക്ടർ എനിക്ക് തൈറോയിഡിൻ്റെ ഒരു പ്രശ്നവും ഇല്ല എന്ന് കണ്ടെത്തുന്നത്. പക്ഷെ അങ്ങനെയല്ല, അത് വെറും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം തൈറോയിഡിൻ്റെ ഗ്രന്ഥിയുടെ പ്രവർത്തനം കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഞാൻ ഈ പറയുന്ന ടെസ്റ്റുകൾ എന്തായാലും നിങ്ങൾ ചെയ്തിരിക്കണം. അതൊരു ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രം ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യുക. അത് ഡോക്ടറെ കാണിച്ചിട്ട് അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും കൂടെ സ്വീകരിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റുകളാണ് ഒന്നാമത്തെ നമ്മൾ തൈറോയ്ഡ് ഹോർമോണുകളായിട്ടുള്ള T3 T4 അത് ഫ്രീ ലെവലുണ്ട്, അതുപോലെ തന്നെ ടോട്ടൽ ലെവലുണ്ട്. സാധാരണ ടോട്ടൽ T3 T4 നമ്മൾ നോക്കുമ്പോൾ ചില വേരിയേഷൻസ് കാണാറുണ്ട്. പ്രഗ്നൻസിയിൽ അല്ലെങ്കിൽ ഡ്രഗ്സൊക്കെ ആൻറ്റി തൈറോയ്ഡ് ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്ന ആളുകളിൽ കൂടുതലായിട്ട് ഇതിൻ്റെ വേരിയേഷൻ കാണുന്നത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് നമ്മൾ ടോട്ടൽ സെറം T3 T4 ലെവലിന് പകരം ഫ്രീ T3 T4 ലെവൽസാണ് കൂടുതലായിട്ട് അത് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ലെവൽസ് നോർമൽ ലെവലിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. TSH എന്ന് പറയുമ്പോൾ ഒരു 5.5 മുതൽ ഒരു 5 മൈക്രോ യൂണിറ്റ് വരെ നമുക്കത് എത്താം. അതുപോലെ തന്നെ T3 ലെവൽസ് ഒരു 150 മുതൽ 250 യൂണിറ്റ് വരെ എത്താം. T4 ലെവൽ എന്ന് പറയുമ്പോൾ ഒരു 4 മുതൽ 8 മൈക്രോ യൂണിറ്റ് വരെയാണ് അതിൻ്റെ നോർമൽ ലെവൽ വരുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും തൈറോയിഡിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മൾ TSH ലെവൽ നമ്മൾ നോക്കാറുണ്ട്. TSH എന്ന് പറയുമ്പോൾ പിറ്റ്യൂട്ടറി, നമ്മളെ പ്രിൻസിപ്പളായിട്ടുള്ള ഒരു പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഈ TSH ലെവൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നതാണ് തൈറോയ്ഡ് ഓട്ടോ ആൻറ്റിബോഡീസ്. തൈറോയ്ഡ് ഓട്ടോ ആൻറ്റിബോഡീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആൻറ്റിബോഡീസ് നമുക്ക് എപ്പോഴാണ് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? നമ്മളെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരുമ്പോഴാണ്. അത് തൈറോയ്ഡ് ഗ്ലാൻഡിന് ഈ ഗ്രന്ഥിക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ് വരുമ്പോൾ അല്ലെങ്കിൽ ഇഞ്ചുറി വരുമ്പോഴാണ് ഓട്ടോ ആൻറ്റിബോഡീസ് ബ്ലഡിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ അല്ലെങ്കിൽ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് മറ്റ് പല നീർക്കെട്ട് വീക്കങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ ഓട്ടോ ആൻറ്റിബോഡീസിൻ്റെ ലെവൽ നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത്. അത് TPO അല്ലെങ്കിൽ ആൻറ്റി തൈറോഗ്ലോബുലിൻ എന്ന് പറയുന്ന ഓട്ടോ ആൻറ്റിബോഡീസ് നമ്മൾ സ്ഥിരമായിട്ട് ചില പേഷ്യൻസിൽ നിർദ്ദേശിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ കണ്ടെത്തണമെങ്കിൽ ഈ ഓട്ടോ ആൻറ്റിബോഡീസിൻ്റെ ലെവൽ നമ്മൾ കൃത്യമായിട്ട് നോക്കിയിരിക്കണം. അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ തൈറോയ്ഡ് സ്കാനിങ് പറയാറുണ്ട്. മിക്ക ആളുകളിലും ഈ തൈറോയ്ഡിൻ്റെ വലുപ്പം കൂടുതലുള്ള കേസുകളിൽ നമ്മൾ തൈറോയ്ഡ് സ്കാന് നിർദ്ദേശിക്കാറുണ്ട്. ആ തൈറോയ്ഡ് സ്കാനിങ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ തൈറോയ്ഡിലുള്ള മുഴ എത്തരത്തിലുള്ള മുഴകളാണ്, പ്രശ്നക്കാരനാണോ അല്ലെങ്കിൽ സൈസ് എത്രയാണെന്നൊക്കെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഒരു സ്കാനിങ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇനി കൂടുതലായിട്ട് നമുക്ക് പ്രശ്നക്കാരനാണെന്ന് തോന്നുന്ന മുഴകളിലാണ് നമ്മൾ FNAC ഫൈൻ നീഡിൽ ആസ്പിരേഷൻ സൈറ്റോളജി എന്ന് പറയും. ഒരു ചെറിയ നീഡിൽ വെച്ചിട്ട് അതിൻ്റെ സെൽസ് അനലൈസ് ചെയ്യുന്ന ടെക്നിക്കാണ് FNAC. അതുവഴി നമുക്ക് ക്യാൻസറസ് ആയിട്ടുള്ള മുഴകളൊക്കെ തിരിച്ചറിയാൻ പെട്ടെന്ന് സാധിക്കുന്നതാണ്. അതുപോലെ CT സ്കാൻ ചെയ്യാറുണ്ട്, MRI സ്കാനിങ്ങും നമ്മൾ ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള സ്കാനിങ്ങിലൊക്കെ അല്ലെങ്കിൽ ടെസ്റ്റുകൾ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ തൈറോയ്ഡ് അസുഖം ഏത് ലെവലിൽ പെട്ടതാണ്, അത് എത്രത്തോളം കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നിസ്സാരമാണ് അല്ലെങ്കിൽ എത്രത്തോളം അത് സീരിയസ് ആയിട്ട് കാണേണ്ടതാണ് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഐഡിയ കിട്ടണമെങ്കിൽ ഞാൻ ഈ പറയുന്ന ടെസ്റ്റുകൾ നിർബന്ധമായിട്ടും ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഒറ്റ ഈ TSH വാല്യൂ വെച്ച് മാത്രം നമുക്ക് ഒരിക്കലും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും നമുക്ക് അസസ്മെൻറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതാദ്യം നമ്മൾ ഈ തൈറോയ്ഡ് ബുദ്ധിമുട്ടുള്ളവർ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ തൈറോയ്ഡ് ബുദ്ധിമുട്ടുള്ളവർ ഒരു 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഇതിൻ്റെ ലെവലുകൾ നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ട് ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ കാര്യങ്ങൾ സ്വീകരിക്കുക. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നമുക്ക് പറഞ്ഞു എല്ലാ ഒരു തൈറോയ്ഡ് ബുദ്ധിമുട്ടിൻ്റെ കേസിൽ നമുക്ക് ആവശ്യമില്ല. തൈറോയിഡിൻ്റെ അധികമായിട്ടുള്ള ഹൈപ്പർ തൈറോയ്ഡ് കേസിൽ അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള കേസുകളിൽ മാത്രമേ നമുക്ക് തൈറോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ അത് കൃത്യമായിട്ട് മരുന്നുകൾ കഴിച്ചു പോവുക, പിന്നെ കൃത്യമായിട്ട് ഫോളോ അപ്പ് എടുത്തിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം നോർമലായിട്ടുണ്ടോ അതിനനുസരിച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതുമാണ്. അല്ലാതെ കാലാകാലം ഈ തൈറോയിഡിൻ്റെ മരുന്ന് കഴിച്ച് കളയേണ്ട ആവശ്യമില്ല. തൈറോയിഡിൻ്റെ ഗ്രന്ഥിയുടെ ഒരു ഏകദേശം നോർമൽ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തൈറോയിഡിൻ്റെ മരുന്നുകൾ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം നമുക്ക് തൈറോയിഡിൻ്റെ ഗുളികകൾ കാലാകാലം കഴിക്കേണ്ടി വരാറുണ്ട്. അത് അത്രയും
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്രയും സീരിയസ് ആയിട്ടുള്ള ചില കണ്ടീഷനുകളിൽ മാത്രമേ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വരാറുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ തൈറോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ തൈറോയിഡിൻ്റെ കേസിൽ കുറേ ഭക്ഷണങ്ങളിൽ ശ്രദ്ധിക്കാനുണ്ട്. എല്ലാ അസുഖങ്ങളും പോലെ തന്നെ തൈറോയ്ഡ് രോഗികളും ചില ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ടും ഒന്ന് കുറയ്ക്കേണ്ടതുണ്ട്. പൂർണ്ണമായിട്ടും ഒഴിവാക്കാനല്ല, പക്ഷെ ചില ഭക്ഷണങ്ങൾ അവരുടെ ഭക്ഷണത്തിൽ അവർ കുറയ്ക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കുറച്ച് ഭക്ഷണങ്ങളാണ് ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത്. തൈറോയ്ഡ് ഉള്ള ആളുകൾ കൂടുതലായിട്ടും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളാണ് ആദ്യം പറയുന്നത്. പക്ഷെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനല്ല, പക്ഷെ അവയുടെ ഉപയോഗം അല്ലെങ്കിൽ ആ ഭക്ഷണങ്ങളൊന്ന് ഡയറ്റിൽ നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്, നമ്മളെ ക്രൂസിഫറസ് വെജിറ്റബിൾസ്, അതായത് നമ്മൾ ക്യാബേജ്, കോളിഫ്ലവർ അത്തരത്തിലുള്ള വെജിറ്റബിൾസ് നമ്മൾ ഒന്ന് അതിൻ്റെ ഉപയോഗം ഒന്ന് കുറച്ച് കൊണ്ടുവരിക. അതുപോലെ തന്നെ പൂളയിൽ തയോസയനൈഡ്സ് എന്ന് പറയുന്ന നമ്മൾ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് പ്രവർത്തനം കുറയ്ക്കുന്ന ഒരു കണ്ടൻറ്റ് ഉണ്ട്. അതും ഈ തൈറോയ്ഡിൻ്റെ പ്രവർത്തനത്തിനെ കുറയ്ക്കുന്ന കണ്ടൻറ്റാണ്. അതുകൊണ്ട് തന്നെ പൂളയുടെ ഉപയോഗം കുറയ്ക്കുക. പിന്നെ റോ ആയിട്ടുള്ള ഉള്ളികൾ, ചെറിയ ഉള്ളി ആയിക്കോട്ടെ വെളുത്തുള്ളി ആയിക്കോട്ടെ, റോ ആയിട്ടുള്ള ഉള്ളികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാം. അതുപോലെ തന്നെ സോയാബീൻ നമുക്കറിയാം ഐസോഫ്ലേവൻസ് എന്ന് പറയുന്ന ഗോയിട്രോജൻസ് അതിലുണ്ട്. അതുകൊണ്ട് സോയാബീൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. പിന്നെ ഇത്തരക്കാരിൽ നമ്മൾ അധികവും പറയുന്നത് നമ്മൾ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഡയറ്റാണ് കൂടുതൽ നിർദ്ദേശിക്കാറുള്ളത്. ഗ്ലൂട്ടൻ ഫ്രീ എന്ന് പറയുമ്പോൾ കൂടുതലും മൈദ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ഒക്കെ പ്രൊഡക്ട്സ് ആണ്. മൈദ നമുക്കറിയാം ഒരു ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തൊരു സാധനമാണ് എന്ത്, മൈദ. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈദ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മൾ വീറ്റ് പ്രൊഡക്ട്സ് നമുക്കൊരു മിതമായിട്ടുള്ള രീതിയിലൊക്കെ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയും ചെയ്യാം. പക്ഷേ ചെറിയ രീതിയിൽ നമുക്ക് വീറ്റ് പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും കാണാറില്ല. അതുപോലെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ആളുകൾ മലബന്ധമൊക്കെ ഉള്ള രോഗികളാണെങ്കിൽ കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്. ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, കൂടുതൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക. വെള്ളം ധാരാളം അവർ കുടിക്കണം. അതുപോലെ തന്നെ കൂടുതൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങളാണ് ഇനി പറയുന്നത്. കൂടുതലായിട്ട് നമുക്കറിയാം അയൺ കണ്ടൻറ്റ് ഉള്ള അല്ലെങ്കിൽ സെലീനിയം, സിങ്ക് ഒക്കെ അടങ്ങിയിട്ടുള്ള കൂടുതൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇവർ കഴിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം തൈറോയ്ഡ് ഹോർമോൺസിന് കൂടുതൽ അയഡിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ട് വേണം. അതുകൊണ്ട് തന്നെ അയഡിൻ അടങ്ങിയിട്ടുള്ള ഉപ്പ് വളരെ നിർബന്ധമാണ്. ഇപ്പോൾ മാർക്കറ്റുകളിലൊക്കെ കൂടുതലായിട്ട് സുലഭമായിട്ട് നമുക്ക് കിട്ടുന്ന ഉപ്പുകൾ അത് തന്നെയാണ്, അയഡിൻ കണ്ടൻറ്റുള്ള ഉപ്പുകൾ തന്നെയാണ്. അത് സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ അയഡിൻ കണ്ടൻറ്റുള്ള മറ്റ് ഭക്ഷണങ്ങളാണ് എന്ത്, നമ്മുടെ കടൽ മത്സ്യങ്ങൾ, ചെമ്മീൻ, അതുപോലെ തന്നെ കൂന്തൽ പോലെയുള്ള കടൽ മത്സ്യങ്ങൾ, ഷെൽ ഫിഷുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. ട്യൂണ ഫിഷൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ മറ്റ് മത്സ്യങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അയഡിൻ കണ്ടൻറ്റ് ഉള്ളതാണ് നമുക്ക് പാലുൽപ്പന്നങ്ങൾ, പാല്, അതുപോലെ പനീർ, തൈര് ഇവയൊക്കെ വളരെയധികം നല്ലതാണ്. മുട്ട നല്ലതാണ്. അതുപോലെ തന്നെ ഇറച്ചി, അതുപോലെ ബീഫ്, പോർക്ക്, ചിക്കനിലും അയഡിൻ്റെ കണ്ടൻറ്റ് വളരെ ആവശ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് ശരീരത്തിലേക്ക് എത്താനുള്ള രീതിയിൽ നമുക്ക് ഇതിലൊക്കെ അയഡിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ തൈറോയ്ഡ് ഉള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തുക. അതുപോലെ പച്ചക്കറികൾ, ചീര, മുരിങ്ങ വർഗ്ഗങ്ങൾ, അതുപോലെ പയർ വർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുക. പഴം, നേന്ത്രപ്പഴം വളരെ നല്ലതാണ്. ഫ്രൂട്ട്സുകൾ നല്ലതാണ്. മറ്റ് സീഡുകൾ, സൺഫ്ലവർ സീഡ്സ്, ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, മറ്റ് പയർ വർഗ്ഗങ്ങളൊക്കെ വളരെയധികം ഇത്തരത്തിലുള്ള രോഗികൾക്ക് വളരെയധികം നല്ലതാണ്. പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും സാലഡുകളാക്കി നമുക്ക് ഉപയോഗിക്കാം. വെള്ളവും ധാരാളം കുടിക്കുക. അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്കൊരു തൈറോയ്ഡിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ളൊരു മുക്തി നമുക്ക് ഉണ്ടാവുകയുള്ളൂ. തൈറോയ്ഡിൻ്റെ കാര്യത്തിൽ കുറേ സംശയങ്ങളുണ്ട്. അതൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ നമുക്ക് തീർന്നിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് കമൻ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അപ്പോൾ സ്നേഹത്തോടെ ഡോക്ടർ ഷഹല CH, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.